ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം തൊഴിലിൻ്റെ മാഹാത്മ്യവും തൊഴിലാളികളുടെ മഹനീയമായ സ്ഥാനവും. ഇതിന് രണ്ടിനെയും ബന്ധപ്പെടുത്തിയാണ് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. തൊഴിലിന് വലിയ മാഹാത്മ്യമുണ്ട്. അത് തൊഴിലേതായാലും ഒരുപോലെയാണ് എന്ന് ഞാൻ പറയും. ചിലരുടെ തൊഴിലുകളൊക്കെ ഉന്നതമായ തൊഴിലാണെന്നും വേറെ ചിലതെല്ലാം ഹീനമായ തൊഴിലാണെന്നുമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അത് മുഴുവൻ ശരിയല്ല. ഞാൻ ഒരു തൊഴിലിനെ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്: ആ തൊഴിൽ മൂലം ദൈവം എത്ര മഹത്വപ്പെടുന്നു. ദൈവം മഹത്വപ്പെടുന്നത് എപ്പോഴാണ്? ദൈവത്തിൻ്റെ മക്കളായ മനുഷ്യർ അവർക്ക് നന്മ കൈവരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തൊഴിലിൻ്റെ മാഹാത്മ്യം, ആ തൊഴിലിലൂടെ മറ്റു മനുഷ്യർക്ക് എത്ര നന്മ കൈവരുന്നു, അതിലൂടെ ദൈവം എത്ര മഹത്വപ്പെടുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പലതരം ഡിഗ്രികൾ നമുക്കുണ്ട്. IAS വളരെ ഉയർന്ന ഒരു ഡിഗ്രിയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ഒരു ഡിഗ്രി IAS ആണ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഒരുപാട് മനുഷ്യർക്ക് നന്മ ചെയ്യാൻ ഉപകരിക്കുന്ന ഒരു ജോലിയാണ് IAS ഡിഗ്രിയിലൂടെ കിട്ടുന്നത്. പക്ഷെ ഞാൻ പറയും, അതൊന്നുമല്ല ഏറ്റവും വലിയ ഡിഗ്രി. ആ ഡിഗ്രിക്ക് 3 അക്ഷരങ്ങൾ തന്നെയാണ്, IAS പോലെ തന്നെ ഇരിക്കും. അതിൻ്റെ പേരാണ് IHS, ഇൻ ഹിസ് സർവീസ്. ഇൻ ഹിസ് സർവീസ്. അത് ഒരു IASകാരന് ഇൻ ഹിസ് സർവീസ് ആകാം, ഒരു അധ്യാപകന് ഇൻ ഹിസ് സർവീസ് ആകാം, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർക്കും ഇൻ ഹിസ് സർവീസ് ആകാം, പറമ്പിൽ കിളയ്ക്കുന്ന ഒരു വ്യക്തിക്കും ഇൻ ഹിസ് സർവീസ് ആകാം. അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഡിഗ്രി. നിങ്ങൾ ചെയ്യുന്ന തൊഴിലിലൂടെ മനുഷ്യർക്ക് നന്മ വരുന്നുവോ? നിങ്ങൾക്ക് തീർച്ചയായിട്ടും നന്മയുണ്ടാവും. ഒരു തൊഴിൽ ചെയ്യുന്ന വ്യക്തിക്ക്, തൊഴിലാളിക്ക് അയാളുടെ തൊഴിലിലൂടെ അയാൾക്ക് നന്മയുണ്ടാകും, ഉറപ്പ്. എന്നാൽ മറ്റുള്ളവർക്ക് എത്ര നന്മ വരുന്നു, അതിലൂടെ ദൈവം എത്ര മഹത്വപ്പെടുന്നു, ഈ 2 ഘടകങ്ങൾ പരിശോധിച്ചാലാണ് ഏത് തൊഴിലാണ് ഏറ്റവും മഹത്വമേറിയത് എന്ന്, ഏത് തൊഴിലാളിയാണ് ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ടത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. തൊഴിൽ പല തരമുണ്ട്. ഒന്ന് കുലത്തൊഴിൽ. പണ്ട് അങ്ങനെ കുലത്തൊഴിലായിട്ട് ഒരു തൊഴിൽ മേഖലയുണ്ടായിരുന്നു. അതിന് നമ്മൾ വിശ്വകർമ്മജർ എന്നാണ് വിളിക്കാറ്. 5 കൂട്ടരാണ് അതിലുള്ളത്. അതിലൊന്ന് മരാശാരി, 2 കല്ലാശാരി, 3 മൂശാരി. മൂശാരി എന്ന് പറഞ്ഞാൽ മോൾഡ് ഉണ്ടാക്കി പാത്രങ്ങളൊക്കെ വാർത്തെടുക്കുന്ന ഒരാണ് മൂശാരി. 4 കരുവാൻ, ബ്ലാക്ക് സ്മിത്ത്, ഇരുമ്പ് കൊണ്ട് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നവർ. 5 സ്വർണ്ണപ്പണിക്കാരൻ, തട്ടാൻ എന്ന് ചിലയിടത്ത് പറയും. സ്വർണം കൊണ്ട്
ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വ്യക്തി. 5 പേരാണ്. 5 പേര്. ഇവരെ വിശ്വകർമ്മജർ എന്ന് വിളിക്കും. അവരായിരുന്നു വാസ്തവത്തിൽ ഈ ലോകത്ത് ആദ്യം പ്രത്യക്ഷപ്പെട്ട എഞ്ചിനീയർമാർ. ഏറ്റവും ആദ്യത്തെ എഞ്ചിനീയർ സ്രഷ്ടാവായ ദൈവം തന്നെയാണ്. ആദ്യത്തെ എഞ്ചിനീയർ ആര് എന്ന് ചോദിച്ചാൽ സ്രഷ്ടാവായ ദൈവം തന്നെയാണ്. ആദ്യത്തെ ഡോക്ടറും സ്രഷ്ടാവായ ദൈവം തന്നെയാണ്. ആദ്യത്തെ എഞ്ചിനീയറും സ്രഷ്ടാവായ ദൈവം തന്നെയാണ്. ഒരു എഞ്ചിനീയർ എന്താണ് ചെയ്യുന്നത്? ഒരു എഞ്ചിനീയർ ചെയ്യുന്നത് ഓർഡർ ഉണ്ടാക്കുക എന്നാണ്. ഡിസോർഡറായിട്ട് കിടക്കുന്ന സാധനങ്ങളൊക്കെ ചേർത്ത് ഒരു ഓർഡർ ഉണ്ടാക്കുന്നു. അതാണ് എഞ്ചിനീയർ. എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ശാഖ ചെയ്യുന്നത് അതാണ്. ഓർഡർ ഇല്ലാതെ അവിടെ എവിടെയും കൂടിക്കിടക്കുന്ന സാധനങ്ങൾ അസംബിൾ ചെയ്ത് ഓർഡറുള്ള ഒരു ഫങ്ഷൻ നിർവഹിക്കാവുന്ന ഒരു സാധനം ഉണ്ടാക്കുന്നു. അതാണ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇഷ്ടിക, സിമൻറ്റ്, കരിങ്കല്ല്, മരം, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഇവിടെ ചെതറിക്കിടന്നിരുന്നത് കൊണ്ടുവന്ന് ഒരു വീടാക്കി മാറ്റുന്നു. അത് എഞ്ചിനീയറുടെ ജോലിയാണ്. ആണ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ആദ്യത്തെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുണ്ടായിരുന്നവരാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ലോകമാകുന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ 5 ഡിപ്പാർട്ട്മെൻറ്റുകളാണ് അന്ന് ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും മികച്ചത് എന്ന് പറയാവുന്ന ഒന്നാണ് മരാശാരിയുടേത്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? മരാശാരി ശരിക്കും ഒരു കെട്ടിടം പണിയുന്നതിന് മുമ്പ് അതിൻ്റെ മരമെല്ലാം ചെത്തി തുളച്ച് അങ്ങനെയൊക്കെ റെഡിയാക്കി വയ്ക്കും. ചിലപ്പോൾ തറ പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വാതിലും കട്ടിളയും ഒക്കെ ജനലും എല്ലാം തയ്യാറാക്കുന്നു. അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ വളരെ കൃത്യതയോടുകൂടി ആണ് ചെയ്യുന്നത്. അത് പണിത് വരുമ്പോൾ എടുത്ത് വയ്ക്കേ വേണ്ടു. അതിൻ്റെ ചുമര് മുഴുവൻ പണിതതിന് ശേഷമല്ല അതിൻ്റെ മേൽക്കൂര പണിയാൻ തുടങ്ങുന്നത്. ചുമരൊക്കെ പണിതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മേൽക്കൂര പണിതു തുടങ്ങും. അതിന് കൃത്യമായ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും അധികം കണക്ക് അപ്ലൈ ചെയ്യുന്ന ഭാഗമാണ് എഞ്ചിനീയറിംഗ് വിഭാഗമാണ് മരാശാരിയുടേത്. അതൊക്കെ തുളച്ചു കൂട്ടി, തുളകളൊക്കെ റെക്റ്റാങ്കുലർ ആണെങ്കിൽ എളുപ്പമാണ്. ചരിവിലുള്ള തുളകളൊക്കെ കൃത്യമായി അത് യോജിച്ച് പോകണമെങ്കിൽ നല്ല കണക്ക് തന്നെ ആവശ്യമുണ്ട്. അതൊക്കെ തുളച്ച് റെഡിയാക്കി ചുമരെല്ലാം പണിത് കഴിയുമ്പോൾ അവരത് മുകളിൽ കൊണ്ടുപോയി കൂട്ടിയണക്കുകയാണ്. കൂട്ടിയണക്കുമ്പോൾ പെർഫെക്റ്റായിട്ട് ഇണങ്ങുന്നു. അത്രയേറെ മാത്തമാറ്റിക്സ്, കണക്ക് അപ്ലൈ ചെയ്യുന്ന ഒന്നാണ് ഡിസൈൻ. വലിയ ഒരു എൻജിനീയറിംഗ് വർക്കാണത്. ഈ വലിയ എൻജിനീയറിംഗ് വർക്ക് ചെയ്തിരുന്ന ആ വിഭാഗത്തിലാണ് യേശു പണിയെടുത്തിരുന്നത്. ആ വിഭാഗത്തിലാണ് യേശു ജനിച്ചത്, ഒരു മരാശാരിയുടെ മകനായി. അന്ന് അവൈലബിളായിട്ടുള്ള ഏറ്റവും വലിയ എൻജിനീയറിംഗ് വിഭാഗത്തിലാണ് യേശുവിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ വളർത്തുപിതാവായ യൗസേപ്പ്, അദ്ദേഹം ഒരു വലിയ വിദഗ്ധനായ ഒരു തച്ചനായിരുന്നു. നമ്മൾ പെരുന്തച്ഛൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ ഒരാളായിരുന്നു ഔസേപ്പ് പിതാവ്. പെരുന്തച്ഛനായിരുന്നു. ഒരിക്കൽ ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, യേശു ആ തച്ചൻ്റെ മകനല്ലേ എന്ന്. ആ തച്ചൻ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഔസേപ്പ് പിതാവ്. തൻ്റെ ജോലിയിൽ എക്സ്പെർട്ടൈസ്,
ഉണ്ടായിരുന്നൊരു വ്യക്തി. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന തൊഴിലിൽ നമ്മൾ അറിയപ്പെടേണ്ടത് അങ്ങനെയാണ്. അതിനുള്ള വൈദഗ്ധ്യം നമ്മൾ നേടിയെടുക്കണം. ഈ വൈദഗ്ധ്യം നമ്മൾ നേടിയെടുക്കുന്നതാണ്. നമ്മുടെ ജോലി എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, എന്ത് ജോലി വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ. ഒരുപക്ഷെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരിക്കാം. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഇതുവരെ ഇത്രയും കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഒരു അപകടവും കൂടാതെ വാഹനം കൊണ്ട് നടന്നു. കയറുന്ന യാത്രക്കാരോട് ഏറ്റവും നന്നായി പെരുമാറി. അങ്ങനെ ഒക്കെ ചെയ്യുന്നുവെങ്കിൽ ആ സമൂഹം അദ്ദേഹത്തിനൊരു സമ്മാനം കൊടുക്കണം. നമ്മുടെ നാട്ടിൽ എത്രയോ സംഘടനകളാണുള്ളത്. അവരൊക്കെ പലതരത്തിലും പലരെയും പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട, അംഗീകരിക്കപ്പെടേണ്ട വ്യക്തികൾ ഡ്രൈവർമാരാണ് എന്ന് ഞാൻ പറയും. കാരണം അവരുടെ അശ്രദ്ധ മൂലം, അശ്രദ്ധ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ആ വാഹനം മെയിൻറ്റെയിൻ ചെയ്യുന്നതിലുള്ള അശ്രദ്ധ. പലപ്പോഴും വാഹന അപകടം ഉണ്ടാകുന്നത് വാഹനത്തിൻ്റെ കുഴപ്പങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലുള്ള അശ്രദ്ധ. രണ്ട്, അത് ഓടിക്കുന്നതിലുള്ള അശ്രദ്ധ. ഇങ്ങനെയൊക്കെയാണ് അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അപകടവും കൂടാതെ ഈ വർഷം ഒരു കൊല്ലം വെച്ചു, 2019-20, ഈ വർഷത്തിൽ അപകടമൊന്നും കൂടാതെ വാഹനം ഓടിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ, കാറിൻ്റെ ഡ്രൈവർ, ബസ്സിൻ്റെ ഡ്രൈവർ, അങ്ങനെയൊക്കെ തരംതിരിച്ച് ശരിക്കും ഗവൺമെൻറ് തന്നെയാണ് അത് കൊടുക്കേണ്ടത്. ഗവൺമെൻറ് വലിയ സേവനമായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുവെങ്കിൽ അവരെ അംഗീകരിക്കുന്നു. അവരെത്ര ആളുടെ ജീവൻ കൊണ്ടാണ് പന്താടുന്നത്. അതിൽ കയറുന്നവർ എത്ര പേരുണ്ട്. അവരൊക്കെ സുരക്ഷിതരായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കേണ്ടത് അവരുടെ ചുമതലയല്ലേ. ഒരുപാട് അവാർഡുകളൊക്കെ കൊടുക്കുന്നുണ്ട്. മാഷന്മാർക്ക് അവാർഡ്, കർമ്മശ്രേഷ്ഠ, ധർമ്മശ്രേഷ്ഠ, അങ്ങനെ കുറേ അവാർഡുകളൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഡ്രൈവർമാർക്ക് ഒരു അവാർഡ് കൊടുത്തുകൂടാ? സാരഥിയാണല്ലോ, സാരഥി ശ്രേഷ്ഠ അവാർഡ്, പത്മശ്രീയൊക്കെ പോലെ ഒരു സാരഥി ശ്രേഷ്ഠ അവാർഡ്. ജീവിതത്തിൽ ഇതുവരെ ഒരു അപകടം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 40 കൊല്ലം 50 കൊല്ലം ഡ്രൈവ് ചെയ്തു. അവരെയൊക്കെ അംഗീകരിക്കുക. ഇത് അവരെ മാത്രമല്ല, എല്ലാ വിധത്തിലുള്ള തൊഴിലാളികളെയും നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. ലോക തൊഴിലാളി ദിനം കഴിഞ്ഞു പോയതേ ഉള്ളൂ. മെയ് 1-ാം തീയതി ലോക തൊഴിലാളികളെ ബഹുമാനിക്കുന്ന ഇതായിരുന്നു. രണ്ടാമത് ഇന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ തൊഴിലാളികൾക്ക് തന്നെ തോന്നണം, ഞാൻ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്, എനിക്കും മഹത്വമുണ്ട് എന്ന് അവർക്ക് തോന്നണം. അല്ല, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ല അവർക്ക് വേണ്ടത്. എന്നാൽ പലർക്കും ധാർഷ്ട്യമാണ്. ഞാൻ ആ സംഘടനയുടെ അംഗമാണ്, എന്നെ തൊട്ടാൽ ശരിയാവില്ല, ഞാൻ ഈ സംഘടനയുടെ അംഗമാണ്. അതിനൊന്നുമല്ല. നിങ്ങൾ എന്തുമാത്രം യൂസ്ഫുള്ളാണ് മറ്റു മനുഷ്യർക്ക്, അതാണ് ജനം വിലയിരുത്തുന്നത്. അതുപോലെ വണ്ടിയിൽ കയറുന്നവരോട് നന്നായി പെരുമാറുന്നത്, ഇതിനൊക്കെ ശരിക്കും ട്രെയിനിങ് ഒക്കെ വേണം. ട്രെയിനിങ്ങിലൂടെ തന്നെ ഈ അവാർഡുകളും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ വളരാനായിട്ട് സഹായം ആകും. ഈ സാരഥികൾ
ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡ്രൈവർമാർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ മഹാഭാരതത്തിൽ ഒരു വലിയ സാരഥിയെ കാണുന്നുണ്ട്. നിങ്ങളാരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് അർജുനൻ്റെ സാരഥിയായിട്ട് ഒരാൾ, ശ്രീകൃഷ്ണൻ. അപ്പോൾ വലിയ സാരഥിയാണ്. പലപ്പോഴും നമ്മൾ ഇത് മറന്നു പോവാണ്. എൻ്റെ കൂട്ടത്തിൽ വലിയൊരു സാരഥിയുണ്ട്. ആ സാരഥിയുടെ തലമുറക്കാരനാണ് ഞാൻ. എനിക്കതുപോലെ തോന്നാറുള്ളൊരു കാര്യം, ഞാനൊരു അധ്യാപകനാണ്. എനിക്ക് മാതൃകാധ്യാപകനായിട്ട് ആദ്യമൊക്കെ എന്നെ പഠിപ്പിച്ച അധ്യാപകരായിരുന്നു. പിന്നീട് ഞാൻ നവീകരണത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ മോഡൽ അധ്യാപകൻ അത് യേശു ക്രിസ്തുവാണ്. അതുവരെ എനിക്കൊരു അധ്യാപകനായിരുന്നതിൽ കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു. പക്ഷേ യേശു ചെയ്ത ഒരു പ്രവൃത്തി തന്നെ, അതിൻ്റെ പിന്തുടർച്ചക്കാരനാണ് ഞാൻ എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ അതിനെനിക്ക് അഭിമാനം തോന്നി തുടങ്ങി. അപ്പോൾ നമ്മൾ ഓരോ തൊഴിലിനും അതിൻ്റേതായ മഹത്വമുണ്ട് എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് ഒരു വ്യക്തിയെ കാണുന്നത് നല്ലതാണ്. സഭ ഇത് മനസ്സിലാക്കിയിട്ടാണ് തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ട് ഔസപിതാവിനെ വെച്ചിരിക്കുന്നത്. തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ട് ഔസപിതാവിനെയാണ് നമുക്കറിയാമല്ലോ. മാത്രമല്ല, തൊഴിലെടുക്കുന്ന ആളുകൾക്ക് വലിയ പ്രാധാന്യം വിശുദ്ധ ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഉദാഹരണം ഇതാണ്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, അധ്വാനിക്കാത്തവൻ അപ്പം ഭക്ഷിക്കാതിരിക്കട്ടെ എന്നാണ്. അധ്വാനിക്കാത്തവൻ ഭക്ഷണം കഴിക്കാതിരിക്കട്ടെ, അപ്പം തിന്നാതിരിക്കട്ടെ. നിങ്ങൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ നിങ്ങൾ അധ്വാനിച്ചിട്ടുണ്ടാവണം. ഇന്ന് ഒരുപാട് പേരുടെ മുഖമുദ്ര അലസതയാണ്. മുഖമുദ്ര അലസതയാണ്. നമുക്കൊരുപാട് ക്ഷേമ പെൻഷനുകളുണ്ട്. ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നത് നല്ലത് തന്നെ. പക്ഷേ ആ റിസീവ് ചെയ്യുന്ന വ്യക്തികൾ അവർക്ക് ചെയ്യാൻ കഴിയുന്ന ജോലി ചെയ്യുന്നു എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. അല്ലെങ്കിൽ ഒരു ലേസിനെസ്, നമ്മൾ മടിയന്മാരായി മാറും. ചെറിയ ഒരു ജോലിയെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ വലിയ കൂലി കൊടുത്തോളൂ, കുഴപ്പമില്ല, ക്ഷേമ പെൻഷൻ അങ്ങനെയൊക്കെ ആക്കി കൊടുത്തോളൂ. അതായത് തൊഴിലില്ലായ്മ വേതനം, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന. തൊഴിലില്ലായ്മ വേതനം എന്ന് പറഞ്ഞു കൊടുക്കുന്ന സാമൂഹ്യ പെൻഷൻ, അതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിധവകൾക്ക് കൊടുക്കുന്നതോ അങ്ങനെയൊന്നുമല്ല കേട്ടോ. അതുവരെ അവരെ നോക്കാൻ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി, സംരക്ഷണത്തിൻ്റെ ഡ്യൂട്ടി ഗവൺമെൻറ് ഏറ്റെടുക്കുന്നു. അത് നല്ലതാണ്. പക്ഷെ ജോലിയില്ലാത്തത് കൊണ്ട് അവന് ശമ്പളം കൊടുക്കുന്നു. അതിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തെങ്കിലും ഒരു ചെറിയ ജോലി, അവനെക്കൊണ്ട് പറ്റുന്ന ഒരു ജോലി ചെയ്ത് നിങ്ങൾ കൂടുതൽ ശമ്പളം, ജീവിക്കാൻ വേണ്ട ശമ്പളം കൊടുത്തോളൂ, കുഴപ്പമില്ല. തൊഴിലില്ലായ്മ വേതനം എന്ന ഒരു വാക്ക് തന്നെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. ചെറിയ തൊഴിലിന് വലിയ വേതനം, അത് വിരോധമല്ല. പക്ഷെ തൊഴിലില്ലായ്മയുടെ പേരിൽ വേതനം കൊടുക്കുന്നത് നിരുത്സാഹപ്പെടുത്തേണ്ട ഒന്നാണ്.
കൂടുതൽ കൂടുതൽ മടിയന്മാരെ സൃഷ്ടിക്കുക എന്നുള്ളതായിരിക്കും. അതുപോലെ സഭയിൽ തൊഴിലിനെ ആദരിക്കുന്ന ഒരു വാചകം യേശു തന്നെ പറഞ്ഞത് കാണും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുത്ത് വരുവിൻ, അവരെ ഞാൻ ആശ്വസിപ്പിക്കാം. അധ്വാനിക്കുന്നവരായിട്ട് എത്രയോ പേരുണ്ട്, പക്ഷെ പലപ്പോഴും അവർ ദൈവോന്മുഖരാകുന്നില്ല. ഭാരം ചുമക്കുന്ന ഒരുപാട് പേരുണ്ട്. ചുമട്ട് തൊഴിലാളികളെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരൊന്നും ദൈവോന്മുഖരാകുന്നില്ല. അവരൊക്കെ ദൈവോന്മുഖരായാൽ അവർക്ക് വേണ്ടതായ ആശ്വാസം ലഭിക്കും. നമ്മുടെ അധ്വാനത്തോടു കൂടി ദൈവത്തിലുള്ള ആശ്രയബോധം ഉണ്ടാകണം. ഓരോ തൊഴിലാളിയും ചെയ്യേണ്ടതാണ്. തൊഴിൽ നന്നായി എടുക്കണം, അതോടൊപ്പം ദൈവത്തിലുള്ള ആശ്രയബോധം ഉണ്ടാവണം. ദൈവത്തിൽ ആശ്രയിച്ച് ജോലി ചെയ്യുക, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെയും ബൈബിളിൽ ഇങ്ങനൊരു വാചകം കൂടിയുണ്ട്: ജോലി ചെയ്യുന്നവൻ വേതനത്തിന് അർഹനാണ്. ജോലി ചെയ്യുന്നവൻ വേതനത്തിന് അർഹനാണ്. അവൻ്റെ വേതനം തടഞ്ഞു വയ്ക്കുകയോ താമസിപ്പിക്കുകയോ വെട്ടിക്കുറയ്ക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. തൊഴിലാളിയുടെ വേതനം പിടിച്ചു വയ്ക്കുന്നതും തടഞ്ഞു വയ്ക്കുന്നതും വെട്ടിക്കുറയ്ക്കുന്നതും പാപമാണ് എന്ന് മനസ്സിലാക്കാൻ തൊഴിലുടമകൾക്ക് സാധിക്കണം. ഞാൻ 5 തൊഴിലുകളെക്കുറിച്ച് പറഞ്ഞല്ലോ. അത് കുലത്തൊഴിലായിട്ടാണ്. മക്കൾ ആ തൊഴിൽ പഠിച്ച് ഇപ്പം അങ്ങനെയല്ല. പണ്ട് ഞങ്ങളുടെ കൂടെയൊക്കെ പഠിച്ചിരുന്ന ആശാരി ബാലന്മാർ അവർ അച്ഛൻ്റെ കൂടെ ജോലി ചെയ്യാനായിട്ട് പോകും. മെഴുക്കോലൊക്കെ പിടിച്ചു കൊടുക്കും, ചിന്തൂര് തള്ളാനായിട്ട് സഹായിക്കും. ഇതിനൊക്കെ ധാരാളമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കാര്യം കൂടിയും പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. അത് വേറൊന്നുമല്ല, യേശു പറഞ്ഞ ഒരു ഉദാഹരണം. നിൻ്റെ കണ്ണിലെ കരട് തടിക്കഷണം കാണാതെ മറ്റുള്ളവൻ്റെ കണ്ണിലെ കരട് കാണുന്നത് എങ്ങനെയെന്ന്. ഈ തടിക്കഷണം എങ്ങനെ വന്നു? യേശു കഠിനാധ്വാനിയായ ഒരു ജോലിക്കാരനായിരുന്നു. യേശുവിൻ്റെ അച്ഛൻ, വളർത്തച്ഛൻ ഔസേപ്പിതാവും അങ്ങനെയായിരുന്നു. പഴയ കാലത്ത് എനിക്കൊക്കെ നല്ല ഓർമ്മയുണ്ട്. ആശാരിമാർ അധ്വാനിക്കുമ്പോൾ തലയിലൊക്കെ ചിന്തൂരിൻ്റെ പൊടിയും ഇങ്ങനെ ഉളികൊണ്ട് കോറുള്ളി കൊണ്ട് ഇങ്ങനെ കൊത്തുമ്പോൾ ചെറിയ ചെറിയ മരക്കഷ്ണമൊക്കെ ഈ കണ്ണിൻ്റെ ഈ രോമത്തിന്മേലിങ്ങനെ തങ്ങി നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ യേശു അത് ശരിക്കും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ? ഒന്ന് തൻ്റെ അച്ഛൻ്റെ കാര്യത്തിൽ, അദ്ദേഹത്തിൻ്റെ കാര്യത്തിലും അതുപോലെ കണ്ണിൽ മിണ്ടയന്മേൽ രോമാവൃതമായ മിണ്ടയിൽ ഇത് തങ്ങി നിൽക്കുന്നുണ്ടാവും. ഇനി 5 കുറിച്ച് പറഞ്ഞാണ് ഞാൻ വന്നത്. 5 എന്തോ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് 5 ഇന്ദ്രിയങ്ങളാണുള്ളത്. നമ്മുടെ കൈകൾക്കും കാലുകൾക്കും ഒക്കെ 5 വിരലുകളാണുള്ളത്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ, പഞ്ചവാദ്യം, അങ്ങനെ നിങ്ങളിന്ന് വെറുതെ ഇരുന്നൊന്ന് ആലോചിച്ച് നോക്കൂ. 5 തുടങ്ങുന്ന 5 എണ്ണത്തിൽ അവസാനിക്കുന്ന എത്രയെത്ര കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങളൊന്ന് കുറിച്ച് വയ്ക്കൂ. ഞാൻ കഴിഞ്ഞ ദിവസം വെറുതെ ഇരുന്നതൊന്നും ഇങ്ങനെ കുറിച്ചപ്പോൾ എനിക്ക് 12 13 എണ്ണം കിട്ടി. 5 തുടങ്ങുന്നത്. തൊഴിലാളികളെ ബഹുമാനിക്കാനും അവനവനിൽ അർപ്പിതമായ തൊഴിൽ ഏറ്റവും ആത്മാർത്ഥമായി ദൈവത്തെ സേവിക്കുന്നത് പോലെ ചെയ്യാനും, അതും കൂടി ബൈബിളിലുണ്ട്. നമ്മൾ ചെയ്യുന്ന ജോലി ദൈവത്തെ സേവിക്കുന്നത് പോലെ ചെയ്യണമെന്നാണ്. അങ്ങനെ ദൈവത്തെ സേവിക്കുന്നത് പോലെ നമ്മളിൽ അർപ്പിതമായ ജോലി ചെയ്യാനും ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു.